19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം. ഫ്രാൻസിലെ പാരീസ് നഗരത്തിലെ ഒരു എക്സിബിഷൻ ഹാൾ. രാത്രി ഏറെ വൈകിയിരുന്നിട്ടും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടം കാണികൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അവരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഒരാൾ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മജീഷ്യൻ്റെ ശരീരഭാഷയിൽ അയാൾ സദസ്സിനെ അഭിവാദം ചെയ്യുന്നതിനിടയിൽ അയാളുടെ സഹായികൾ ഒരു ഇരുമ്പുകൂട് വേദിയിലേക്ക് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു. കാണികളുടെ കണ്ണുകൾ കൗതുകവും അത്ഭുതവും കൊണ്ട് നിറയുന്നു. അയാൾ ഇരുമ്പുകൂട് മൂടിയിരുന്ന തുണി വലിച്ചു മാറ്റുന്നതിനിടയിൽ അരയിൽ തിരികിയിരുന്ന ചാട്ടവാർ കയ്യിലെടുക്കുന്നു. ഒരു കാട്ടുമൃഗം എന്ന പോലെ ആ കൂട്ടിനുള്ളിൽ പക്ഷെ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. ആഫ്രിക്കൻ വംശജയായ തടിച്ച ശരീരമുള്ള അസാധാരണമായ വലിപ്പമുള്ള ആ സ്ത്രീയുടെ കഴുത്തിൽ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. കൂടിനുള്ളിൽ നിന്നും അയാൾ ചങ്ങല വലിച്ച് അവളെ പുറത്തിറക്കുന്നതിനോടൊപ്പം കാണികൾ ആവേശം കൊണ്ട് കൈ തട്ടാനും ആർപ്പു വിളിക്കാനും തുടങ്ങുന്നു. വളരെ കനം കുറഞ്ഞ ഇറുകിപ്പിടിച്ച ഒരു വസ്ത്രം മാത്രമാണ് അവൾ ധരിച്ചിരുന്നത്. കാണികളുടെ വിനോദത്തിനായി നൃത്തം വെക്കാൻ അയാൾ അവളോട് ആജ്ഞാപിക്കുന്നു. എങ്കിലും അവൾ ചലിച്ചില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങി. ചാട്ട കൊണ്ട് അവളെ മർദ്ദിക്കാനും നൃത്തം ചെയ്യിപ്പിക്കാനും കാണികൾ മുറവിളി കൂട്ടുന്നു. താളത്തിൽ ചുഴറ്റിക്കൊണ്ടിരുന്ന ആ ചാട്ടവാർ അയാൾ അവൾക്കു നേരെ ആഞ്ഞു വീശുന്നു. വർഷം 1789. ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് കംപേഡോ ഡച്ച് കേപ്പ് കോളനി. അവിടെയാണ് സാറ ബാറ്റ്മാൻ ജീവിച്ചിരുന്നത്. കാലിമേച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോന്നിരുന്ന ഗുഹാവാസികളായിരുന്ന ഖോഖേ വംശജരായിരുന്നു സാറ. വളരെ ചെറുപ്പത്തിലെ തന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് സാറയ്ക്ക് കടന്നു പോകേണ്ടി വന്നത്. തൻ്റെ 2ാമത്തെ വയസ്സിൽ അമ്മയെയും 4 വയസ്സുള്ളപ്പോൾ അച്ഛനെയും നഷ്ടപ്പെട്ട സാറയുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളുടെ ഒരു യാത്ര തന്നെയായിരുന്നു. അവളുടെ മകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയും ഭർത്താവ് ഒരു ഡച്ച് സൈനികനാൽ കൊല്ലപ്പെടുകയും ചെയ്തതോടെ അവൾ പൂർണ്ണമായ അനാഥത്വത്തിലും അരക്ഷിതാവസ്ഥയിലുമായി. ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിലായിരുന്നു. ഇവരോട് അടിമകളോട് എന്നതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു വെള്ളക്കാരുടേത്. ഉപജീവനത്തിനു വേണ്ടി വീട്ടുവേലകൾ തേടി സാറയ്ക്ക് കേപ്പ് ടൗണിലേക്ക് പോകേണ്ടി വരുന്നു. സാറ ഉൾപ്പെടുന്ന ഖോഖേ വംശജരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നിതംബം അഥവാ പിൻഭാഗം അല്പം വണ്ണം കൂടിയ രീതിയിലായിരുന്നു അവരുടെ ശരീരം. എന്നാൽ സാറയ്ക്കാവട്ടെ ഇത് ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ അല്പം കൂടുതലുമായിരുന്നു. പിൻഭാഗത്ത് സാധാരണയിൽ അധികം കൊഴുപ്പടിഞ്ഞ് വണ്ണം വെക്കുന്ന ജനിതകമായ ഒരവസ്ഥയായിരുന്നു ഇതിനു കാരണം. അതുകൊണ്ട് തന്നെ സാറ പുറത്തുനിന്നുള്ള ഏവർക്കും ഒരു അസാധാരണ കാഴ്ചയായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷ് വംശജനായിരുന്ന പീറ്റർ സീസർ എന്ന വ്യക്തിയുടെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു സാറ. അങ്ങനെയിരിക്കെ അയാളെ കാണാൻ ആ വീട്ടിലേക്ക് ലണ്ടൻ നഗരത്തിൽ നിന്നും 2 അതിഥികൾ വരുന്നു. പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്ത് വില്യം ടെമ്പലും. അപ്രതീക്ഷിതമായി സാറയെ കണ്ട ആ അതിഥികൾക്ക് അവരുടെ അസാധാരണമായ ശരീരഘടനയിൽ കൗതുകം തോന്നുന്നു. ഒപ്പം വളരെ വിചിത്രമായ ഒരാശയം കൂടി അവരുടെ തലയിലുദിക്കുന്നു. അക്കാലത്തെ ലണ്ടൻ നഗരം ഒരുപാട് പ്രദർശന കൂടാരങ്ങളാൽ സമ്പന്നമായിരുന്നു. ഏതെങ്കിലും പ്രദർശനശാലയുടെ ഉടമയായിരിക്കുക എന്നത് ഒരു സാമൂഹിക ഔന്നത്യമായി കണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. സാറയെ എത്രയും വേഗം ലണ്ടനിൽ എത്തിച്ച് ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ സാറയുടെ വ്യത്യസ്തമായ ശരീരപ്രകൃതം പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും മനസ്സിൽ തോന്നിയ ആ ആശയം. തുടർന്ന് സാറയെ ലണ്ടനിൽ എത്തിക്കാനായി അവർ ഇരുവരും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കുന്നു. അതിനായി ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് വായിച്ചറിയാനാകാത്ത വിധത്തിൽ തയ്യാറാക്കിയ കരാറിന്റെ ബലത്തിൽ 1810 അവർ സാറയെ ലണ്ടനിലെത്തിച്ചു. തടിച്ച പിൻഭാഗമുള്ള ആകാരപ്രകൃതി അന്ന് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യർക്കിടയിൽ സാറയും അവളുടെ ശരീരവും ചൂടുള്ള വാർത്തയായി. സാറയുടെ അവയവങ്ങളെപ്പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകളോടുകൂടി പ്രദർശനം നടത്തിപ്പുകാർ കാണികളെ ആകർഷിച്ചു. അവളുടെ നഗ്ന ശരീരത്തിന്റെ ചിത്രങ്ങൾ
ലണ്ടൻ നഗരത്തിന്റെ ചുവരുകളിൽ ആകമാനം പതിച്ചു. ഒട്ടകപക്ഷിയുടെ തൂവലുകൾ കൊണ്ട് നിർമ്മിച്ച ഇറുകിപ്പിടിച്ച വസ്ത്രമിട്ട അർദ്ധനഗ്നയായി അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു സർക്കസ് മൃഗത്തെ പോലെ ഇരുമ്പഴിയുള്ള ഒരു കൂട്ടിലാണ് വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത്. കൂട്ടിൽ നിന്നിറങ്ങാനോ വേദിയിലേക്ക് നടക്കാനോ മടി കാണിക്കുമ്പോഴെല്ലാം ചാട്ടവാറിനടിച്ചും ഇരുമ്പ് കമ്പിക്ക് കുത്തിയുമൊക്കെ അവളെ പ്രദർശനവേദിയിലേക്ക് എത്തിച്ചു. ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പുവിളികളോടെയും കാണികൾ അവളെ നോക്കിക്കണ്ടു. ക്രൂരമായ പുരുഷ വിനോദങ്ങളുടെയും വംശവരിയുടെയും ഏറ്റവും വിലയുള്ള ഒരു കളിപ്പാവയായി സാറ മാറി. പൊതുവേദികൾ കൂടാതെ പലപ്പോഴും സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ ആഘോഷങ്ങളിലേക്ക് പോലും സാറ വിലക്കെടുക്കപ്പെട്ടു. ആൺ സദസ്സുകൾക്ക് പുറമെ പെൺ സദസ്സുകളുടെയും വിനോദത്തിന് സാറ പാത്രമായി. തികച്ചും വംശീയപരവും അധിക്ഷേപം നിറഞ്ഞതുമായ പരാമർശങ്ങളോടെ ആ പെൺസമൂഹവും അവളുടെ ഉടലളവുകളെ കണ്ടും തൊട്ടും കൗതുകം കൊണ്ടു. എന്നാൽ 1807 ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. കിങ് ജോർജ് മൂന്നാമൻ ബ്രിട്ടീഷ് എംപയറുകൾക്ക് കീഴിൽ അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നു. അതോടുകൂടെ സാറയെ പ്രദർശിപ്പിക്കുന്ന സദസ്സുകൾക്കും വിലക്ക് വന്നേക്കാം എന്നത് മനസ്സിൽ കണ്ട് 1814 സീസർ സാറയും കൊണ്ട് പാരീസിലേക്ക് കടക്കുന്നു. അവിടെ അവരെ ഹെൻറി ട്രെയിലർ എന്നൊരാൾക്ക് കൈമാറിയ ശേഷം സീസർ ആഫ്രിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഹെൻറി സാറയെ ആദ്യം ഒരു ബാറിൽ ജോലിക്കായി നിയോഗിച്ചു എങ്കിലും അധികം വൈകാതെ തന്നെ മറ്റൊരു മൃഗശാല നടത്തിപ്പുകാരന് സാറയെ വിറ്റൊഴിവാക്കുന്നു. ഇതിനോടകം തന്നെ കൊടിയ പീഡനങ്ങളിലൂടെയാണ് സാറ കടന്നുപോയത്. ശാരീരിക മർദ്ദനങ്ങളും നിർബന്ധിത വ്യഭിചാരവും സ്വന്തം അഭിമാനത്തിന് ഏറ്റുകൊണ്ടിരുന്ന ക്ഷതങ്ങളും അവളെ അപ്പോഴേക്കും വല്ലാതെ തളർത്തിയിരുന്നു. പലതരത്തിലുള്ള നരവംശ വംശീയ ശാസ്ത്ര പഠനങ്ങൾ കൊണ്ടുപിടിച്ചു നടന്നിരുന്ന കാലം കൂടെ ആയിരുന്നതിനാൽ ഇത്തരത്തിലുള്ള പല ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലും പൂർണ്ണ നഗ്നയാവാൻ സാറ നിർബന്ധിതയായി. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും പ്രകൃതിയാ നൽകപ്പെട്ടിട്ടുള്ള യാതൊരു വിലയും ലഭിക്കാതെ ഒരു ഉപകരണം മാത്രമായി ഇത്തരത്തിൽ നിൽക്കേണ്ടി വരുന്ന തന്റെ ദുരവസ്ഥ സാറയെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഒടുവിൽ നമ്മളിൽ ഏതൊരാളുടെയും അങ്ങേയറ്റം വിചിത്രവും ഭയാനകവുമായ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ദുരിതമനുഭവിച്ച ചൂഷണം ചെയ്യപ്പെട്ട ആ ജീവിതത്തിന് 1815 ഒരു പ്രദർശന വേദിയിൽ വെച്ച് തന്നെ തിരശീല വീഴുന്നു. എന്നാൽ മരണം കൊണ്ടുപോലും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ അവൾക്കായില്ല. സാറയുടെ അസ്ഥികൂടവും മുറിച്ചു മാറ്റപ്പെട്ട നിതംബവും അതിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രതിമയും ദ ഫ്രഞ്ച് നാഷണൽ മ്യൂസിയം ഓഫ് നാഷണൽ ഹിസ്റ്ററിയിൽ പ്രദർശനത്തിന് വെക്കപ്പെട്ടു. 1815 മുതൽ 1974 വരെ അതവിടെ പ്രദർശിക്കപ്പെട്ടു. 1940 മുതൽ തന്നെ അവളുടെ അവശിഷ്ടങ്ങൾ തിരികെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇടയ്ക്കിടെ ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു. 1998 ഖോഖോ വംശജയായ ദക്ഷിണാഫ്രിക്കൻ കവയത്രി ഡയാന ഫെറസ് എഴുതിയ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, ഐ ഹാവ് കം ടു ടേക്ക് യു ഹോം എന്ന ശീർഷകത്തിൽ എഴുതിയ കവിത ബ്രാഡ്മന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അവളുടെ ജന്മനാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1994 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയത്തോടെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായ നെൽസൺ മണ്ടേലയുടെ 8 വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ 2002 സാറ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തി. ആ മടങ്ങിവരവ് പക്ഷേ 192 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കൗമാരത്തിൽ ഒരു അടിമയായി സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട സാറയുടെ മടങ്ങിവരവ് ഒരു ശില്പമായും അസ്ഥികൂടമായും മുറിച്ചു മാറ്റപ്പെട്ട നിതംബമായും ആയിരുന്നു. ഉചിതമായ ഒരു വരവേൽപ്പ് തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് സ്വന്തം മണ്ണിൽ ലഭിച്ചു. തൊട്ടും തലോടിയും മർദ്ദിച്ചും ഭോഹിച്ചും മലിനമാക്കപ്പെട്ട സാറയ്ക്ക് ഒടുവിൽ സ്വന്തം മണ്ണിൽ സ്വച്ഛമായ വിശ്രമമൊരുങ്ങി. അതിനുമീതെ ഒരുക്കിയ കറുത്ത മാർബിൾ ഫലകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: സാറ ബ്രാഡ്മാന്റെ മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടമെത്തിക്കുകയും സ്വഗോത്രത്തിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അന്തസ്സുയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം. വർഷങ്ങളോളം സാറ നേരിട്ട അവമതിപ്പും അപമാനങ്ങളും
ഒരു മനുഷ്യജീവിക്കും ചിന്തിക്കാനാകുന്നതിൻ്റെ അപ്പുറമായിരുന്നു. എന്നാൽ സാറ അനുഭവിച്ച വംശവെറി അവിടം കൊണ്ടും കഴിഞ്ഞില്ല. 2005 അവളുടെ സ്മരണാഫലകം വെളുത്ത ചായമൊഴിച്ച് വൃതമാക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. മരണത്തിനപ്പുറവും ക്രൂരമായ വംശീയ അതിക്രമങ്ങൾ അവളെ പിന്തുടർന്നു പോരുന്നു.